സച്ചു എത്തിയോ? എന്ത് പറ്റി? എന്താ നേരത്തെ വന്ന്? നല്ല ത്രോട്ട് പെയിൻ അടി, തലവേദനയും വരുന്നുണ്ട്. ഒരു പനിക്കുള്ള കോളാ. ക്ഷീണം വന്നിട്ട് ഞാൻ നേരത്തെ പോകുന്നതാ. അയ്യോ, ഇന്നലെ രാത്രി ആയിട്ടും തണുത്തോളം കുടിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അത് സാരമില്ല, ഞാൻ ഇപ്പോൾ ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ട് വരാം. സച്ചു, കാറിൽ ബാഗ് ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്, ഇനിയും കൊണ്ടുവാ. ഞാൻ വരുമ്പോൾ എടുത്തില്ല. ആട്ടെ, ഞാൻ എടുത്തിട്ട് വരാം. ഏട്ടൻ പോയി റെസ്റ്റ് ചെയ്തോ. എന്താ ഏട്ടാ, റെഡി ആയില്ല? ഭയങ്കര ത്രോട്ട് പെയിൻ അടി, നല്ല ബോഡി പെയിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓഫീസിൽ വിളിച്ച് പറയട്ടാ, പനിയല്ലേ, 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. വിളിച്ചു പറയാല്ലേ? ആ സ്വാതി, ഞാൻ വിദ്യയുടെ എൻഗേജ്മെന്റിന് വരുന്നില്ല കേട്ടോ, നിങ്ങൾ പോയിക്കോ. അതല്ലടോ, ഏട്ടന് പനിയാ. ചെറിയ എന്തെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ ഏട്ടൻ കുട്ടികളെ പോലെയാ. ഇനി ഞാൻ എടുത്തില്ലെങ്കിൽ ശരിയാവില്ല. എന്തായാലും നിങ്ങൾ പോയിട്ടോ, ഞാൻ അവളെ വിളിച്ച് പറയാം. ശരി. ഓക്കെ സാർ, താങ്ക് യു. എന്താ ഏട്ടാ, ലീവ് കിട്ടിയോ? ലീവൊക്കെ കിട്ടിയടോ. അല്ല, ഇതിന്റെ ഫ്രണ്ടിന് എൻഗേജ്മെന്റ് അല്ലേ, പോകുന്നില്ല നീ? ഇല്ല, ഏട്ടന് പനിയല്ലേ, ഞാൻ പോകുന്നില്ല എന്ന് വെച്ചു. അല്ല, നല്ലതുണ്ട്, കട്ടിന് വെച്ചില്ല. ഞാൻ വെക്കാം, ഏട്ടൻ വന്നിരിക്കും. എന്താ സന്ധ്യ രാവിലെ ഇരുന്ന് ഉറങ്ങുന്നു? രാത്രി ഇരുന്ന് ഉറങ്ങിയില്ലേ? ആ, അതാരും വയന ചേച്ചിയോ? ഏട്ടന് പനി ചേച്ചി, അതുകൊണ്ട് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴാണെങ്കിൽ നല്ല ഉറക്കം വരുന്നത്. അയ്യോ, അവന് പനിയാണോ? എന്നിട്ട് അവൻ എവിടെ? ഏട്ടൻ കിടന്ന് ഉറങ്ങുക ചേച്ചി. ഇന്നലെ ചുമയായതുകൊണ്ട് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടില്ല. ഏട്ടൻ്റെ അടുത്തിരുന്നുകൊണ്ട് ഒരു പണിയും ഒരുങ്ങിയിട്ടില്ല. ഒരുപാട് പണി ചെയ്യാനുണ്ട്. വീട്ടിലെ ആണുങ്ങൾക്ക് സുഖമില്ല, ഇങ്ങനെ തന്നെയാ. സുധാകരനാണ് ഇതിന്റെ ബാക്കിയാ. എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ അടുത്ത് ഇളകാൻ അയക്കില്ല. എന്നാ പിന്നെ മോള് പണിയെടുക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കും. ആ ശരി ചേച്ചി. എടി സന്ധ്യ, എന്താക്കൊന്ന് വേണ്ട. ആ, ഇതായിട്ട് എത്തി. നീ എന്താക്കിയ ഇത്ര നേരം? എനിക്ക് പോവാൻ സമയം എന്നറിയില്ലേ? എന്താന്നറിയില്ല ഏട്ടാ, രാവിലെ എണീറ്റപ്പോ തൊട്ട് ഭയങ്കര ക്ഷീണം, അതാ വൈകിപ്പോയത്. എടി പനി വന്നത് എനിക്കല്ലേ, പിന്നെ നിനക്കെന്താണ് ക്ഷീണം? താഴെ അല്ലെങ്കിൽ 2 ദിവസം ലീവാ. അത് മതി. എന്താ സന്ധ്യ ചുമക്കുന്ന? അവന്റെ പനി മാറിയപ്പോ എനിക്ക് വന്നോ? ആ ചേച്ചി, ഏട്ടന്റെ പനി എനിക്ക് കിട്ടിയെന്നാ തോന്നണേ. ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. ഇപ്പോഴത്തെ പനിയൊക്കെ എങ്ങനെയാണ് പകരുന്നതാ? അല്ല, നീ ഹോസ്പിറ്റലിൽ കാണിച്ചില്ല? എന്നിട്ട് ഇല്ല ചേച്ചി, പോയില്ല. ഇന്ന് രാവിലെ പോണം പറഞ്ഞിരുന്നതാ, പക്ഷെ ഏട്ടനെന്ത് തിരക്കുണ്ട് പറഞ്ഞു. അല്ല, ഇന്ന് ഞായറാഴ്ചയല്ലേ, അവന് ഓഫീസിൽ പോകാനില്ലല്ലോ. പിന്നെ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൂടെ? ഇത്ര മാത്രം തിരക്കാണോ അവന്? അത് ഏട്ടന് അർജന്റായിട്ട് ആരെയും കാണാൻ പോകണ്ടെന്ന് പറഞ്ഞു. അല്ല മോളെ, ഈ പനിയും വെച്ച് നീ ഇത്രയും തുണികൾ ഉണങ്ങാൻ ഇടണോ? നീ അവന്റെ അടുത്ത് പറയേ, നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. അത് സാരമില്ല ചേച്ചി, ഏട്ടനൊന്നും ചെയ്ത് ശീലമില്ല. എന്നാ ഞാൻ ചെയ്ത് തരട്ടെ മോളെ? വേണ്ട ചേച്ചി, ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. എന്നൊരു കാര്യം ചെയ്യ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ. ശരി. എടാ, വെള്ളം സോഡൊക്കെ ഞാൻ വരുമ്പോ കൊണ്ടുവരാം. സാധനം കിട്ടിയോ? എടാ കിട്ടിയല്ലേ? ഇവിടെ ഓൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞതാ. ഞാൻ ഓഫീസിൽ എന്തോ കാര്യമുണ്ട് പറഞ്ഞിട്ട് മുങ്ങുക. ഞായറാഴ്ചയായിട്ട് 2 ആഴ്ച ലീവിന് എന്ത് സുഖമുള്ളൂ. ഹോസ്പിറ്റലിൽ പോയ 3-4 മണിക്കൂറാണ് നിൽക്കേണ്ടി വരും. ആയിക്കോട്ടെ, ഞാൻ ഇപ്പം എത്താം. ശരി.
എന്റെ സന്ധ്യ നീ എത്ര നേരം ഇങ്ങനെ ചുമക്കുന്നേ? മറ്റേ തീരെ ഉറക്കം കിട്ടുന്നില്ല. ഉറക്കമില്ല, ഓഫീസ് പോയി ശരിയല്ലേ, തലവേദന വരും. ഒരു കാര്യം ചെയ്യും, നീ അപ്പുറം പോയി കിടക്കുന്നു. ആ ഫൈസലേ, നീ സ്റ്റാൻഡിലുണ്ടാ? ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരടാ. ഇല്ല, ഓള് വീട്ടിലേക്ക് പോവാ. ഓൾക്ക് നല്ല പനിയിടും. ഓള് ഇവിടെ നിന്ന് ശരിയായില്ല, അവളെ വീട്ടിൽ പോയിട്ടുണ്ട്. എനിക്കൊരു ചെറിയ സ്ഥലം വരെ പോകാണ്ട്. നീ എന്നാൽ റോഡിലെത്തിയാലേ ഒന്ന് വിളിക്കണേ. ആ ശരി. എന്താ സുജിത്തെ, കാറിന് എന്ത് പറ്റി? എന്തിനാ ഓട്ടോറിക്ഷ? കാറിനൊന്നും പറ്റിയല്ലേ, ഓൾക്ക് 2 ദിവസമായിട്ട് നല്ല പനി. രാത്രിയൊക്കെ ഇരുന്ന് ചുമയാ, എനിക്കാണെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ ഓളൊന്ന് വീട്ടിലേക്ക് പറഞ്ഞേക്കാം. അവിടെയാണ് നോക്കാൻ അച്ഛനമ്മയുണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. നീയൊക്കെ എന്തൊരു മനുഷ്യനാടോ. എന്താ മനസ്സിച്ച് അങ്ങനെ പറഞ്ഞേ? പിന്നെ എങ്ങനെ പറയാതിരിക്കാം? കഴിഞ്ഞ ആഴ്ച ഇതേപോലെ എനിക്ക് പനി വന്ന ഓർമ്മയുണ്ടോ? അതിന് അന്നേരം നീ രാത്രി ചുമച്ചോണ്ട് കിടന്നപ്പോ ഉറക്കം വെച്ച് നോക്കിയത് അവളാ. അല്ലാതെ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ നിന്റെ വീട്ടിൽ കൊണ്ട് വിട്ടില്ലല്ലോ. ഇപ്പൊ അവൾക്കൊരു പനി വന്നപ്പോ നിനക്ക് ഉറക്കമില്ല, ബുദ്ധിമുട്ടാണ് പറഞ്ഞിട്ട് അവളുടെ വീട്ടിൽ കൊണ്ട് വിടുക അല്ലേ? നിനക്ക് പനി വന്നപ്പോ 2 ദിവസം എണിക്കാണ്ട് അവിടെ കിടന്നില്ലേ? ആ കുട്ടി ഇത്രയും പനിയും വെച്ചിട്ട് എന്തെല്ലാം ഒരു പണി ചെയ്ത്. എന്നിട്ട് നീ വല്ലതും സഹായിച്ചു കൊടുത്തിട്ടുണ്ട് അവളെ? അല്ലെങ്കിൽ മിക്കവാറും ആണുങ്ങൾക്ക് ഇങ്ങനെ തന്നെയാ. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്ന പരിചരിക്കാൻ അമ്മയും ഭാര്യയൊക്കെ അടുത്ത് കാണും. പക്ഷെ അവർക്ക് എന്തെങ്കിലും വന്നാ നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കില്ല. ഈ ഭർത്താക്കന്മാർക്ക് ഒരു അസുഖം വന്നാൽ, ഒരു പനി വന്നാൽ പോലും അവരെ കെയർ ചെയ്യാനും പാതിരാത്രി ഉറക്കമൊഴിച്ച് കൂടെ ഇരിക്കാനും നമ്മുടെ ഭാര്യമാരുണ്ടാവും. പക്ഷെ അതേ ഭാര്യമാർക്ക് ഒരു അസുഖം വന്നാൽ എത്ര ഭർത്താക്കന്മാർ അവരെ കെയർ ചെയ്യും? അസുഖം കൂടുതലായി ജോലി ചെയ്യുമ്പോൾ ഒരു ചെറിയ ഹെൽപ്പ് പോലും ചെയ്യാത്തവരുണ്ട്. അഥവാ ഇനി പനിയോ ചുമയോ കൂടുതലായാൽ അവരെ സ്വന്തം വീട്ടിലേക്ക് അയക്കാറാണ് പതിവ്. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാകണ്ടല്ലോ. എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയല്ല കേട്ടോ. പക്ഷെ ഭൂരിപക്ഷം വരുന്ന ഭർത്താക്കന്മാരുടെ സ്ഥിതി ഇത് തന്നെയാണ്. നിങ്ങളുടെ ക്യാരക്ടറും ഇങ്ങനെ തന്നെയാണെങ്കിൽ തീർച്ചയായും അത് മാറ്റാൻ ശ്രമിക്കുക. നമുക്കൊരു അസുഖം വന്നാൽ അവരെങ്ങനെയാണോ നമ്മളെ കെയർ ചെയ്യുന്നത്, അതിന്റെ 1% നമ്മൾ അവർക്ക് തിരിച്ചു നൽകിയാൽ മതി. അത് മതി അവർക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ നിങ്ങളുടെ ഭർത്താവിന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക.